മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. Proverbs chapter 15 verses 3 and 4. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്. ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരു വിധവ നഗരത്തിലുണ്ടെന്ന് അഡോൾഫ് ഹിറ്റ്ലർ അറിഞ്ഞു. അദ്ദേഹം അവളെ ആളെ വിട്ടുവരുത്തി. നിങ്ങൾ ഭാവി ഫലം പറയുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മരണം എന്നാണെന്ന് കൃത്യമായി പ്രവചിക്കാമോ? വിധവ കണ്ണടച്ച് അല്പസമയം ആലോചിച്ച ശേഷം പറഞ്ഞു, അതൊരു യഹൂദന്മാരുടെ ഉത്സവ ദിനമായിരിക്കും പ്രഭു. അത് ശരി. യഹൂദന്മാർക്ക് ധാരാളം ആഘോഷ ദിനങ്ങളുണ്ടല്ലോ. ഇതിൽ ഏത് ഉത്സവമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിധവ പുഞ്ചിരിയോടെ പറഞ്ഞു, അതേപ്പറ്റി ഓർത്തങ്ങ് വിഷമിക്കണ്ട. അങ്ങയുടെ മരണം യഹൂദർക്ക് ഉത്സവം തന്നെയായിരിക്കും. താൻ പറയുന്നതിന്റെ വ്യാഖ്യാർത്ഥത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ വിധവ പറഞ്ഞത് കേട്ട് പലരും ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. അതെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കും, സൗമ്യന്റെ വാക്ക് അത് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. സഹജീവികളോട് മനുഷ്യൻ കാണിച്ചിട്ടുള്ള അക്രമങ്ങളുടെ പട്ടികയാണ് ചരിത്രം. അതുകൊണ്ട് ആ തിന്മകൾ മാറി നന്മയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും.